വീഡിയോ നമ്പർ 29 ഞാൻ പറയാൻ പോകുന്നത് റീമാൻ ഇൻ്റഗ്രലും പിന്നെ ലബാക് ഇൻ്റഗ്രലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ചെറിയൊരു ഐഡിയ. റീമാൻ ഇൻ്റഗ്രൽ ലബാക് ഇൻ്റഗ്രലിനെ പറ്റി ചെറിയൊരു ഐഡിയ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ തരും. തൽക്കാലം കുറച്ച് ചെറിയൊരു ഐഡിയ നമുക്ക് പറയാം. എന്താ ലബാക് റീമാൻ ഇൻ്റഗ്രൽ? ആദ്യം ജസ്റ്റ് റീമാൻ ഇൻ്റഗ്രൽ പറയാം. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്, എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് പറയുമ്പോൾ വേണം നമുക്ക്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഫങ്ഷൻ ഫ്രം ഒരു ആറിൻ്റെ സബ്സെറ്റോ അല്ല ആറോ ആർ ടു ആർ അല്ലെങ്കിൽ ഒരു ക്ലോസ് ഇൻ്റർവൽ എ ബി ടു ആർ, ഒരു ക്ലോസ് ഇൻ്റർവൽ എ ബി നിന്ന് ആറിലേക്കുള്ള ഒരു ഫങ്ഷൻ. ഓക്കെ, ഒരു ബൗണ്ടഡ് ഫങ്ഷൻ ആയിരിക്കണം. ഒരു ബൗണ്ടഡ് ഫങ്ഷൻ. ഈ ബൗണ്ടഡ് ഫങ്ഷൻ ഈ റീമാൻ ഇൻ്റഗ്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടി ആദ്യം നമ്മൾ ആ ബൗണ്ടഡ് ഫങ്ഷൻ്റെ ഗ്രാഫ് വരക്കും. നമ്മൾ ആദ്യം ബൗണ്ടഡ് ഫങ്ഷൻ്റെ എന്ത് വരക്കും? നമ്മൾ ഗ്രാഫ് വരക്കാം. ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഗ്രാഫ് നമ്മൾ ഇപ്പോൾ ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇതാണ് ഫങ്ഷൻ്റെ ഗ്രാഫ് എഫ്. ഓക്കെ, ഞാൻ ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ് ഇൻ്റർവൽ എ ബിയിലാണ്. ഈ പോയിന്റ് എ ആണ്, പിന്നെ ഈ പോയിന്റ് ബി ആണ്, ഈ പോയിന്റ് എ ആണ്. അപ്പോൾ ഒരു ക്ലോസ് ഇൻ്റർവൽ എ ബി, ഈ ക്ലോസ് ഇൻ്റർവൽ എ ബിയിലുള്ള അല്ല ഇവിടെ ഇങ്ങനെ വേണ്ട ക്ലോസ് ഇൻ്റർവൽ എ ബി. ഓക്കെ, ക്ലോസ് ഇൻ്റർവൽ എ ബിയിലുള്ള ഫംഗ്ഷനാണ് എഫ്. ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൻ്റെ മുകളിലാണ് നമ്മൾ എ ബി ഉള്ളത്. ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് എഫ് ഫ്രം എ ബിയിൽ നിന്ന് ആറിലേക്കാണ്. അപ്പോൾ വൈ ആക്സിസും റിയൽ ലൈനാണ്. ഫംഗ്ഷൻ്റെ പച്ചയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഈ എക്സ് ആക്സിൻ്റെ മുകളിലല്ലേ നമ്മൾ എ ബി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എ ബിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എ ബിനെ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. എ ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ. എക്സ് ആക്സിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും. എക്സ് ആക്സിന് ഇങ്ങനെ കുത്തനെ കുറേ വര അത് എക്സ് ആക്സിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുക. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെലിനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലേ, അതിന് എക്സ് നോട്ട് എന്ന് പേര് കൊടുത്തു. അടുത്ത പോയിൻ്റ് x1, അടുത്ത പോയിൻ്റ് x2, അടുത്ത പോയിൻ്റ് x3, അടുത്ത പോയിൻ്റ് x4, അടുത്ത പോയിൻ്റ് x5, ഈ പോയിൻ്റ് x6 ആണ് ബി. ആദ്യത്തെ ഇൻ്റർവെൽ നോക്കുക, x0 മുതൽ x1 വരെ. ഈ ഇൻ്റർവെല്ലിൽ 2 ഹൈറ്റ് ഉണ്ട്. ഈ ഇൻ്റർവെല്ലില്ലേ, ഒന്ന് ഒരു ചെറിയ ഹൈറ്റും ഉണ്ട്, പിന്നെ ഒരു വലിയ ഹൈറ്റും ഉണ്ട്. ഞാൻ എല്ലാ ഇൻ്റർവെല്ലിലുള്ള ചെറിയ ഹൈറ്റുകളെ മാർക്ക് ചെയ്യുക. എല്ലാ ഇൻ്റർവെല്ലുള്ള ചെറിയ ഹൈറ്റ്, ഈ ഇൻ്റർവെല്ലിലെ ചെറിയ ഹൈറ്റ് ഒന്ന് ഇതും ഉണ്ട്, ഒന്ന് ഇതും ഉണ്ട്. ഈ ഹൈറ്റ് നമ്മൾ സ്മോൾ എം വൺ എന്ന് വിളിക്കും. ഈ ഹൈറ്റിനെ മറ്റേ വലിയ ഹൈറ്റ് ഇല്ലേ, ഈ വലിയ ഹൈറ്റിനെ നമ്മൾ ക്യാപിറ്റൽ M1 എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഓരോ ഇൻ്റർവെല്ലുള്ള ചെറിയ ഹൈറ്റ്, വലിയ ഹൈറ്റ് ഉണ്ട്. ഈ ഇൻ്റർവെല്ലുള്ള ചെറിയ ഹൈറ്റ് ഇതാണ്, വലിയ ഹൈറ്റ് ഇതാണ്. അപ്പോൾ ഈ ചെറിയ ഹൈറ്റ് അത് നമ്മൾ ചെറിയ ഹൈറ്റ് കൺസിഡർ ചെയ്യുക. ഈ ഇൻ്റർവെല്ലുള്ള ചെറിയ ഹൈറ്റ് M1, സ്മോൾ M1. എന്നിട്ട് അതിന് പാരലായിട്ട് എക്സാക്സിന് പാരൽ വരയ്ക്കുക. ഇനി ഈ ഇൻ്റർവെല്ലിലെ ചെറിയ ഹൈറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ഇവിടെ നോട്ട് ഇങ്ങോട്ടേക്ക് ഒരു പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ഇനി ഇവിടെയുള്ള ചെറിയ ഹൈറ്റ് ഇതാണ് ഇൻ്റർവെല്ലിൽ. ഈ ഇൻ്റർവെല്ലിലെ ചെറിയ ഹൈറ്റ് ഇതാണ്. ഈ ഇൻ്റർവെല്ലിലെ ചെറിയ ഹൈറ്റ് ഇപ്പുറത്തേതാണ്. ഈ ഇൻ്റർവെല്ലിലെ ചെറിയ ഹൈറ്റ് ഇതാണ്. പാരലായിരിക്കണം വരച്ച്. എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ നമുക്ക് ഒരുപാട് റെക്റ്റാങ്കിൾ 1, 2, 3, 4, 5, 6 റെക്റ്റാങ്കിൾ കിട്ടി. 6നെ ഏരിയ കണ്ടിട്ട് സമ്മ് ചെയ്യുക. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റെക്റ്റാങ്കിളിൻ്റെ x0 മുതൽ x1 വരെയുള്ള ഈ ഡിസ്റ്റൻസ്, നീളം ഇൻറ്റു വീതിയല്ലേ ഈ റെക്റ്റാങ്കിൾ ഏരിയ. അപ്പോൾ ഈ വീതി x0 മുതൽ x1 വരെയുള്ള ഈ വീതിനെ നമുക്ക് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ x1 മൈനസ് x0 ആണ്. x1 മൈനസ് x0 ഞാൻ എന്ത് വിളിക്കുന്നത്? ഡെൽ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡെൽ എക്സ് പിന്നെ ഈ ഹൈറ്റ് സ്മോൾ M1 അല്ലേ,
അപ്പോൾ ഈ ഡെൽ എക്സിനെ സ്മോൾ എമൗണ്ട് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ കിട്ടും, ഈ ഏരിയ. അങ്ങനെ ഓരോന്നും നമ്മൾ ഇതിൻ്റെ ഏരിയ എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ ജനറലായിട്ട് ഈ ഏരിയ എല്ലാം കൂട്ടുന്നതിന് നമ്മൾ എന്ത് വരും, സിഗ്മ i = 1 to n del xi ഇൻറ്റു സ്മോൾ എം ഐ എന്ന് പറയും. ഇതിന് നമ്മൾ ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ ഹൈറ്റ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ റെക്റ്റാങ്കിളാക്കി കണ്ടിരിക്കുന്നത്. ഈ ചെറിയ ഹൈറ്റ് വെച്ച് കാണുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോവർ സം ആണ്. ലോവർ സം എന്ന് പറയാം. എന്തുകൊണ്ടാണ് ലോവർ സം? ഇവിടെ പി എഫ് എന്താണെന്ന് പറയാം. എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ, പച്ച ഫംഗ്ഷനാണ് എഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കില്ലേ, എത്ര കഷ്ണമാക്കി? 1 2 3 4 5. ഓക്കെ. അപ്പോൾ 5 ഭാഗമായിട്ട് നമ്മൾ പാർട്ടീഷൻ 1 2 3 4 5 6. 1 2 3 4 5 6 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനാണ് ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടീഷൻ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ 6 പീസാക്കി ഇരിക്കുക. ഓക്കെ. അപ്പോൾ ആ പാർട്ടീഷനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ പച്ച ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ താഴത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ എൽ പി എഫ് ഡെൽറ്റ എക്സ് ഐന്. ഓക്കെ. ഇനി ഇതേ ഗ്രാഫിൽ തന്നെ നമുക്ക് വലിയ ഹൈറ്റ് ഉണ്ട്. വലിയ ഹൈറ്റ് ഇപ്പോൾ ഈ ഇൻ്റർവെല്ലില്ല, ഈ ഇൻ്റർവെല്ലിൽ വലിയ ഹൈറ്റ് ഏതാ? ഇൻ്റർവെല്ലിൽ ചെറിയ ഹൈറ്റും ഉണ്ട്, വലിയ ഹൈറ്റും ഉണ്ട്. ഈ വലിയ ഹൈറ്റ് ക്യാപിറ്റൽ എം ആണല്ലേ, അതിന് കണക്കാക്കിയിട്ട് നമ്മളൊരു നേരത്തെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരെ ഷെയ്ഡ് ചെയ്യുക. ഇപ്പം നേരത്തെ കാണാൻ വലിപ്പം കൂടുതലില്ലേ. പിന്നെ ഈ ഇൻ്റർവെല്ലിൽ ഏറ്റവും വലിയ ഹൈറ്റ് ഏതാ? ഇതല്ലേ. അപ്പോൾ ഇവിടെ കണക്കാക്കിയിട്ട് ഇങ്ങനെ വരും. ഈ ഇൻ്റർവെൽ ഏറ്റവും വലിയ ഹൈറ്റ് ഏതാ? ഇതല്ലേ. ഇങ്ങോട്ട് വരച്ചിട്ട് നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടി ഷെയ്ഡ് ചെയ്യും. ഈ ഇൻ്റർവെല്ലിൽ ഏറ്റവും വലിയ ഹൈറ്റ് ഇതല്ലേ, അപ്പോൾ അതിങ്ങനെ ഷെയ്ഡ് ചെയ്യും. ഇൻ്റർവെൽ ഏറ്റവും വലിയ ഹൈറ്റ് ഇതല്ലേ, അതിങ്ങനെ ഷെയ്ഡ് ചെയ്യും. മൊത്തം ഷെയ്ഡ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ കാണുന്നതിന് നമ്മളെന്ന് പറയും ഈ വലിയ ഹൈറ്റ് കൊടുക്കൂ, ഈ വിഡ്ത്ത് കൊടുക്കുക. അപ്പോൾ ഈ വിഡ്ത്ത് ഡെൽ എക്സ്, ഈ ഹൈറ്റ് ക്യാപിറ്റൽ എം ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടും. ഇങ്ങനെ എല്ലാം ചെയ്യുന്നതിന് നമ്മൾ സിഗ്മ കൊടുത്താൽ മതി. എല്ലാ ഏരിയയും കണ്ടുപിടിച്ച് കൂട്ടുക. സിഗ്മ i = 1 to n del xi ഇൻറ്റു ക്യാപിറ്റൽ എം ഐ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് യു പി എഫ് എന്ന്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? യു പി എഫ്. അപ്പർ സം എന്ന് പറയും. അതായത് വലിയ ഹൈറ്റ് വെച്ചിട്ട് ഏരിയ കാണുന്നതിന് അപ്പർ സമ്മും, ചെറിയ ഹൈറ്റ് വെച്ച് റെക്ടാങ്കിൾ ഏരിയ കാണുന്ന ലോവർ സമ്മും. ഇനി ഇതിപ്പോൾ വിഡ്ത്ത് ഒരുപാട് കൂടുതലല്ലേ. നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് ഇത്ര വലിപ്പമുണ്ട്, ഇവിടെ നിന്ന് ഇവിടെ തമ്മിലല്ലേ. വിഡ്ത്ത് വളരെ ചെറുതാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങൾ നോക്കിക്കോളെ. ഞാനിപ്പോൾ ഈ ഇൻ്റർവെൽ തന്നെ എടുത്ത് നോക്ക്. ഇതിപ്പോൾ ചെറിയതാക്കുമ്പോൾ വളരെ നേരിയ ഒരു സ്ട്രിപ്പാക്കി മാറ്റുക. ഓരോ ഇൻ്റർവെല്ലിനെ വളരെ നേരിയ സ്ട്രിപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരിയ സ്ട്രിപ്പായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ ചെറിയ നാല് പോലത്തെ റെക്റ്റാങ്കിളെല്ലാം ഏരിയ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൽ പി എഫ് യു പി എഫ് ഏകദേശം ഇങ്ങനെ തന്നെ ഉണ്ടാവും. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ നേരെ പോലത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചെറിയ ഹൈറ്റ് എടുത്ത് റെക്റ്റാങ്കിൾ ഏരിയ ഉണ്ടാകും, വലിയ ഹൈറ്റ് എടുത്ത് റെക്റ്റാങ്കിൾ ഏരിയ കണ്ടാൽ ഈ ഷേപ്പിലുണ്ടാവും സാധനം. അതായത് അതിൻ്റെ എൽ പി എഫും യു പി എഫും സെയിമായി മാറും. എപ്പോഴാണ് സെയിം ആവുന്നത്? ഈ പാർട്ടീഷൻ വളരെ ചെറിയ പാർട്ടീഷൻ വന്നാൽ വളരെ നേരിയ വിഡ്ത്ത് ഉണ്ടാവും. അങ്ങനെയുള്ള ആ പാർട്ടീഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ലോവർ സം അപ്പർ സം എന്തായി സെയിമായി. ആ സമയത്ത് കിട്ടുന്ന ലോവർ സമ്മിന് നമ്മൾ എൽ ഓഫ് എഫ് എന്ന് പറയും. ഇങ്ങനെ വളരെ ചെറുതാക്കുന്ന സമയത്ത് ലോവർ സം കൂടുകയും, ലോവർ സം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ കേസിൽ ലോവർ സം ചെറുതും അപ്പർ സം കൂടുതലല്ലേ. നമ്മൾ വളരെ സ്ലൈസ് ആക്കുന്ന സമയത്ത് ലോവർ സമ്മും അപ്പർ സമ്മും എന്താവും? ലോവർ സമ്മ് കൂടുകയും ചെയ്യും, അപ്പർ സമ്മ് കുറഞ്ഞു വരികയും ചെയ്യും. ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. അപ്പോൾ ലോവർ സമ്മുകളുടെ സുപ്രീമാണ് നമ്മൾ എടുക്കേണ്ടത്. ലോവർ സമ്മ് വലുതാകുന്നത്, അപ്പർ സമ്മ് കുറയുന്നത്. അതുകൊണ്ട് അപ്പർ സമ്മിൻ്റെ ഇൻഫ്യൂം എടുക്കുക. ഇതിൻ്റെ ഇൻഫ്യൂമവും അതിൻ്റെ സുപ്രീമോ. ഇതിൻ്റെ സുപ്രീമത്തിന് നമ്മൾ എൽ ഓഫ് എഫ് എന്ന് വിളിക്കും. ഇതിൻ്റെ ഇൻഫ്യൂമത്തിന് നമ്മൾ എന്ത് വിളിക്കും? യു ഓഫ് എഫ്. ഇത് രണ്ട് ഈക്വൽ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ഈ പച്ച ഫംഗ്ഷൻ എന്താണെന്ന് പറയും? ആ പച്ച ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയും. എന്താ വയ്ക്കുക? റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്.
വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണ്, റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് റീമാൻ ഇൻ്റഗ്രബിളിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലെബാക്ക് ഇൻ്റഗ്രബിൾ പറയണമെങ്കിൽ, കൺസെപ്റ്റ് പറയണമെങ്കിൽ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറഞ്ഞ ആശയം പറയണം. ഓക്കെ, അപ്പോൾ റീമാൻ ഇൻ്റഗ്രബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് ആക്സിസ് എടുത്ത് അതിൽ എ ബി മാർക്ക് ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഫംഗ്ഷൻ എടുത്ത് പിന്നെ എക്സ് ആക്സിനെ ആണ് നമ്മൾ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ x0 x1 x2 ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ കണ്ടത്. ഇതിൻ്റെ ഇടയിലുള്ള ഏരിയയാണ് അതിൻ്റെ റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ LPF UF LPF എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഏരിയ ഇല്ലേ, ഏറ്റവും സ്ലൈസ് ആക്കാൻ ഉണ്ടാകുന്ന ഏരിയ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഈ LF എന്ന് പറഞ്ഞാൽ സുപ്രീം LPF ആണ്. LPFൻ്റെ ഏറ്റവും വലിയ വില, അതായത് അതിന് ലോവർ ഇൻ്റഗ്രൽ എന്ന് പറയും. ഇങ്ങനെ മാർക്ക് ചെയ്യും FDX. അപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പർ സമ്മിൻ്റെ ഏറ്റവും ചെറിയ വിലയില്ലേ, അപ്പർ സം കുറഞ്ഞ വിലയില്ലേ ഇന്ന്, അത് ഇൻ്റഗ്രൽ A to B എന്നിട്ട് B മോൾ ഇടുക, അതാണ് അപ്പർ ഇൻ്റഗ്രൽ FDX. ഇത് രണ്ടും സെയിം ആയിരിക്കും. സെയിം ആകുമ്പോൾ നമ്മളെന്ത് പറയും, ഈ പച്ച ഫംഗ്ഷൻ എന്താണെന്ന് പറയും, ഈ പച്ച ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇപ്പം പറഞ്ഞ ഫംഗ്ഷനൊക്കെ ഒരു 1 ഡയമെൻഷനിൽ നിന്ന് ഒരു 1 ഡയമെൻഷനിലേക്കുള്ള R to R എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷനാണ്. ഇത് R to Rലേക്കുള്ള മാപ്പ് ഫംഗ്ഷനാണ് ഞാനിവിടെ പച്ചയിൽ വരച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡയമെൻഷനിൽ വ്യത്യാസം വരുമ്പോൾ, ഈ ഡൊമൈൻ്റെ ഡയമെൻഷനിൽ വ്യത്യാസം വരുമ്പോൾ, അപ്പോൾ F ഫ്രം R to R അതിന് പകരം ഞാൻ F ഫ്രം R2 to R എന്നെടുത്തോ. R2 to R എന്ന് പറഞ്ഞാൽ എന്താ വരിക, നമ്മളിവിടെ R to R ആകുമ്പോൾ നമ്മൾ AB അല്ലേ നമ്മളിവിടെ ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ AB നമ്മളിങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ വിഭജിച്ച് കഷ്ണമാക്കിയിട്ട് ഭാഗിച്ചില്ലേ. പക്ഷെ R2 to R ആകുമ്പോൾ R2ലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, R to R ആണെങ്കിൽ ഇതൊരു 1 ഡയമെൻഷൻ സാധനമായിരിക്കും. R2 to R ആകുമ്പോൾ നമുക്ക് ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും, കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ R2 എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുക, R2 എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ സാധനം. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സർക്കിൾ ആകൃതിയിലൊരു സാധനം, ഒരു വൃത്താകൃതിയുള്ള ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ ഒരു മാപ്പിംഗ് നടത്തുകയാണ്. ഓക്കെ, വൃത്താകൃതിയുള്ള സാധനത്തിൽ നിന്നാണ് മാപ്പിംഗ് നടത്തുന്നത്. ഇതാണ് R2. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇതെടുക്കുക, നമ്മളിപ്പോൾ ഒരു വള എടുക്കുക, വള എടുക്കുന്നു. ഇത് നമ്മളെ ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കാം, F ഫ്രം F of x1 x2 ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. ഇതാണ് ഫംഗ്ഷൻ. ഇത് ഡബിൾ കോർഡിനേറ്റ്സ് ആണ്. R2വിൽ നിന്ന് ഇത് R ആണ്. ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നമ്പറായിട്ട്. ഓക്കെ, R2വിൽ നിന്ന് Rലേക്ക്. അപ്പോൾ F of x1 x2 ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. അപ്പോൾ ഇതൊരു സർക്കിൾ ഇൻഡിക്കേഷൻ. അപ്പോൾ നമ്മൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ കിട്ടുക. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞ സാധനം 3 ആയിരിക്കും, 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ സർക്കിൾ ആകൃതിയുള്ള ഈ സാധനം ഇല്ലേ, സർക്കിൾ ആകൃതിയുള്ള സാധനത്തിൽ നിന്ന് മാപ്പിംഗ് എടുത്തേക്കാണ് പോകുന്നത്, റിയൽ ലൈനിലേക്കാണ് മാപ്പിംഗ് പോവുക. ഒരു സർക്കിൾ സാധനത്തിന് നമ്മൾ എടുത്തേക്ക് മാപ്പ് ചെയ്യുന്നു, റിയൽ ലൈനിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ 9 എന്ന് പറഞ്ഞാൽ 3 റേഡിയസ് ഉള്ള ഒരു സാധനമായിരിക്കും. ഇപ്പോൾ x1 സ്ക്വയർ പ്ലസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ 4 എന്നാണെങ്കിലോ 2 റേഡിയസ് ഉള്ള ഒരു സാധനമായിരിക്കും, അല്ല 2 റേഡിയസ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സർക്കിൾസ് ടൈപ്പിലായിരിക്കും ഉണ്ടാവുക. എവിടെ നിന്ന് എവിടത്തേക്കുള്ള ഫംഗ്ഷൻ, R2 നിന്ന് Rലേക്കുള്ള ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനത്തിനാണ് നമ്മൾ നേരത്തെ വളരെ ഈസി ആയിട്ട് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ഇൻ്റർവൽ എ ബി ആറിൻ്റെ ഒരു സബ്സെറ്റാണ്. അവിടെ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷൻ ഇവിടെ വരയ്ക്കുകയും ചെയ്ത് എ ബി എന്നുള്ള ഇൻ്റർവൽ വരയ്ക്കുകയും ചെയ്ത് എ ബി നമ്മൾ ഡിവൈഡ് ചെയ്ത്. ഈ സാധനത്തിന് എങ്ങനെയാണ്, ഈ സർക്കിൾ ടൈപ്പിലുള്ള സാധനത്തിന് ഇതാണ് ഇപ്പം നമ്മുടെ സാധനം. ഇത് R2, ഇവിടെ നിന്ന് ഇവിടത്തേക്കാണ് മാപ്പിങ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. നമ്മൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവൽ ഇവിടെ ഉണ്ട്. നമ്മൾ എ ബിനെ ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ സംഭവം എന്നാ, ഇവിടെ സാധനം ഇവിടെ വൃത്താകൃതിയിലുള്ള സാധനമുള്ള മാപ്പിങ് നടക്കുന്നത്. ഇത് റിയൽ ലൈൻ ആണെങ്കിൽ ഇവിടുത്തെ റിയൽ ലൈൻ ആണെങ്കിൽ ഇവിടെയാണ് സാധനമുള്ളത്. ഓക്കെ, സർക്കിൾ ടൈപ്പ് സാധനങ്ങൾ.
ഇവിടുന്ന് ഈ ലൈനിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എസ് സ്ക്വയർ പ്ലസ് സർക്കിൾ 9 ആണെങ്കിൽ ഇതിങ്ങനെ, എസ് സ്ക്വയർ പ്ലസ് സർക്കിൾ 4 ആണെങ്കിൽ വേറെ സർക്കിളായിരിക്കും. പിന്നെ അത് ഇവിടത്തേക്ക് ഇതിലേക്ക് മാപ്പ്. ഇത് വേറെ സ്ക്വയർ പ്ലസ് സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ പ്ലസ് സ്ക്വയർ ഈക്വൽ ടു 3 4 9 25 ആണെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള സർക്കിളായി 25ലേക്ക് മാപ്പ് ചെയ്യും, 25ലേക്ക് ഇങ്ങനെ മാപ്പ് ചെയ്യും, വലിയ സർക്കിളാണ്. അപ്പം നമുക്ക് ഈ സാധനത്തിനെ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച സാധനമാണ്. നമുക്ക് ഇങ്ങനെ ഇവിടെ പാർട്ടീഷൻ ചെയ്ത പോലെ ഈ സെറ്റിൻ്റെ പാർട്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വേണേൽ എടുക്കാം. എഫ് ഫ്രം R2 to R2. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളായിട്ടൊക്കെ എടുക്കാം. ഇതിൻ്റെ ഷേപ്പ് ഞാൻ സർക്കിൾ 2 ഡയമെൻഷൻ സർക്കിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ചില സമയത്ത് റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുക, ഇങ്ങനെ വരും. അതായത് ഇതിപ്പോൾ ഒരു 0 1 ഇങ്ങനെ, അത് ഈ ദൂരം 1 ഈ ഡിസ്റ്റൻസ് 1. അപ്പോൾ നമ്മൾ ഇതില്ലേ 0 1 0 1. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ കിട്ടിയില്ലേ. ഇത് R2 എന്ന് പറഞ്ഞ മാപ്പിംഗ് അല്ലേ. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പാർട്ടീഷൻ ചെയ്താൽ മതി. അപ്പോൾ തിരിച്ച് ഇവിടുത്തെ ഈ സാധനം, ഇവിടെയുള്ള സാധനത്തിന് പാർട്ടീഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച സംഗതി. ഓക്കെ, പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ ടൈപ്പിൽ നമുക്ക് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടില്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു X0 X1 എന്നൊക്കെ എടുത്ത്. അപ്പോൾ ഇവിടെ ഈ സാധനത്തിന് പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. ഇനി ഇത് ഫ്രം R3 to R ആണെങ്കിൽ, അതിപ്പോൾ R2 to R ഞാൻ എടുത്തത് 0 1, ഇവിടെ 0 1 ഒരു റെക്റ്റാങ്കിളാണ്. ഇനി R3 ആണെങ്കിലോ, R3 എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ഉണ്ട്. 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാം, നീളം വീതി ഹൈറ്റ് 3 ഡയമെൻഷൻ X2 X3 X2 to R. അപ്പോൾ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യൂബ് എടുക്കാം. ക്യൂബ് 3 ഡയമെൻഷൻ 3 അല്ലേ. അപ്പോൾ ഇവിടത്തേക്ക്, അതായത് നീളം ഇപ്പോൾ 0 1 ആണ്, 0 1 0 1 0 1, നീളം 1 വീതി 1 ഹൈറ്റ് 1, ഒക്കെ അങ്ങനെയുള്ള ഒരു ക്യൂബ് ഇടുന്ന് റിയൽ ലൈനിലേക്കുള്ള മാപ്പിംഗ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരത്തെ ഡിവൈഡ് ചെയ്ത പോലെ ഇതിനെ കഷ്ണാക്കി മുറിക്കണ്ടേ. അപ്പോൾ അത് വളരെ പ്രയാസപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ റീമാൻ ഇൻറ്റഗ്രേഷൻ പോലത്തെ പരിപാടിയിൽ നടക്കില്ല. ഇവിടെ ഇങ്ങനെ ഇതിനെ പീസാക്കിയിട്ട് LPF UPF ഒക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ്. ലോവർ സം അപ്പർ സം ഒക്കെ കാണണ്ടേ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ പരിപാടി ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ മെഷർ തിയറിയിൽ അവർ വേറൊരു പരിപാടി അങ്ങ് ചെയ്തു. എന്താ പരിപാടി നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അത് മെഷർ തിയറിയിൽ ഞാൻ റീമാൻ്റെ ഒരു സാധനം തന്നെ വെച്ചിട്ട് തിരിച്ച് പറയാം. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇപ്പോൾ സ്വല്പം 1 ഡയമെൻഷൻ ടു 1 ഡയമെൻഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഗ്രാഫ് വരഞ്ഞ് ഇതാണ് ഗ്രാഫ് F. എന്നിട്ട് ഇവിടെ ഇത് R2 to R ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് മാർക്ക് ചെയ്യാം, ഇത് AB തന്നെ ആയിക്കോട്ടെ, ഇത് A, ഇത് B. ഓക്കെ, അത് A ഇത് B. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവാ, നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എക്സ് ആക്സിനല്ലേ, ഇങ്ങനെ X0 X1 X2 X3 എന്ന് പറഞ്ഞിങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്ത്, ഇതിന് പകരം എന്താ ചെയ്യുന്നതിനാൽ ഇത് Y ആക്സിസ് അല്ലേ. ഈ Y ആക്സിസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. Y ആക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറേ ഇങ്ങനെ വരക്കണേ. ഞാൻ 2 വര വരക്കുന്നുണ്ട് ആദ്യം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഞാൻ 2 വര വരക്കുക. ഒന്നിങ്ങനെയും, അപ്പോൾ ഇങ്ങനെ കുറേ വര വരക്കണേ. നമ്മൾ X0 X1 X2 നമ്മൾ കുറേ വരച്ചിട്ടില്ല, അതുപോലെ അങ്ങനെ വരക്കണം. പക്ഷേ ഇവിടെ ഞാൻ 2 എണ്ണം എടുത്ത്, ഒന്ന് C1 ഒന്ന് C2, ഒരു 2 കഷ്ണം വെച്ച് നമുക്ക് പെട്ടെന്ന് പറയാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിങ്ങനെ C1 C2 എന്ന് പറഞ്ഞ 2 ഡിവിഷൻ കൺസിഡർ ചെയ്യുക. ഇനി എന്നിട്ട് എന്ത് ചെയ്യുക, ഈ C1 ആണോ വലുത് C2 ആണോ വലുത്, C1 വലുതും C2 ചെറുതും അല്ലേ. ആദ്യം ഞാൻ ഇതിൻ്റെ ലോവർ സം കാണാൻ ശ്രമിക്കുക. C2 ഉപയോഗിച്ചിട്ട് എന്താ കണ്ടിരുന്നത്, LPF.
ഈ പാർട്ട് വിത്ത് റെസ്പെക്ട് ഈ ടൈപ്പ് ഞാൻ ഇഷ്ടമുള്ള ഒരു പോലെ വരഞ്ഞ തരാം. ആ ടൈപ്പ് വെച്ചിട്ട് ഞാനൊരു ലോവർ സം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ C2ൻ്റെ നേർക്കുള്ള സാധനം ഒന്ന് ഇവിടെ ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ C2 ഇവിടെ കണക്ട് ചെയ്യുന്നത്, പിന്നെ C2ൻ്റെ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. പിന്നെ അതിനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അതിന് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ഇതിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് C2 ടച്ച് ചെയ്ത ഭാഗത്തിന്. ഇനി C2ൻ്റെ ഈ ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് C1 C2 ആണ്. അതിലുള്ള ഏറ്റവും ചെറിയ വില C2 ആണ്. ഇവിടെ ടച്ച് ചെയ്യുന്ന ഏറ്റവും ചെറിയ വില, ഇവിടെ ടച്ച് ചെയ്യുന്ന ഏറ്റവും ചെറിയ വില, അത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ C2 ടച്ച് ചെയ്യുന്ന സ്ഥലം ഒന്ന് C1 ഇവിടെ ഉണ്ട്. സോറി, ഇത് മാർക്ക് ചെയ്ത് മാർക്ക് ഇത്ര വേണ്ട കേട്ടോ. ഇത് C1 C2 ഇടയിൽ ഇവിടെ ഒരു ചെറിയ കട്ടിങ്ങിനെ കൊടുക്കുന്നത്. പിന്നെ C1 C2 ഇവിടെ ഗ്രാഫ് ടച്ച് ചെയ്യുന്ന ഇവിടെയാണ്. ഈ സാധനം വേണ്ട കേട്ടോ, ഈ ഏരിയ വേണ്ടേ. ഇതാ ഇവിടെ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ C1 C2 ടച്ച് ചെയ്യുന്ന ഇവിടെയാണ്. പിന്നെ C1 C2 ഇൻ്റർവെൽ വരുമ്പോൾ കട്ടിങ് വരുന്ന ഇവിടെയാണ്. C1 C1 C2 കട്ട് ചെയ്ത് പോകുന്ന 3 സ്ഥലങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ C1 C2 കട്ട് ചെയ്ത ഒരു സ്ഥലം ഇവിടെയാണ്. ഗ്രാഫ് വരച്ചിട്ട് ടൈപ്പല്ലോ, ഇങ്ങനെ വരച്ച് ഇതാണ് പച്ചയാണ്. ഇപ്പോൾ C1 C2യിലൂടെ കടന്നു വന്നു. ഇത് C1 ഇത് C2 ആണ്. ഒന്ന് ഇവിടെ ഇൻ്റർവെൽ ഇവിടെയാണ്. പിന്നെ C1 C2 ക്രോസ് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ ഇവിടെയാണ്. പിന്നെ C1 C2 ക്രോസ് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ ഇവിടെയാണ്. ഇത് C1 C2 C1 ഇവിടെ C1 C2യിൽ ഏറ്റവും ഗ്രാഫ് ടച്ച് ചെയ്യുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ, ഇവിടെ ചെറിയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഏറ്റവും ചെറിയ വാല്യൂ ടച്ച് ചെയ്യുന്ന C2 ആണ്. C2ൻ്റെ ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, ഷെയ്ഡ് ചെയ്യുന്നു. C1 C2ൻ്റെ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നു. C2 ആണ് ചെറിയ ഹൈറ്റ്, C2 ചെറിയ ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാപ്പിംഗ് F ഫ്രം R to R ആണ്. അപ്പോൾ C1 C2 ഇത് Y ആക്സാണ്. നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് Y ആക്സിനെയാണ്. നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് Y ആക്സാണ്. ഇവിടെ 2 ഇൻ്റർവെൽ എടുത്ത് ഒരു ഇൻ്റർവെൽ എടുത്ത് അത് ഇൻ്റർവെൽ ഇവിടെ ടച്ച് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് നോക്കി. അപ്പോൾ ഇവിടെ ഈ സെറ്റ് ഇതിന് ഞാൻ A1 A2 A3 എന്ന് പേര് കൊടുത്തു. ഈ സാധനം ഇടയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ പോയിൻറ്റ്സുകളാണ് ഈ ഇൻ്റർവെൽ മാപ്പ് ചെയ്യുന്നത്. ഈ ഇൻ്റർവെൽ മാപ്പ് ചെയ്യുന്ന സ്ഥലം ഈ ഇൻ്റർവെൽ മാപ്പ് ചെയ്യുന്നത് ഈ പോയിൻറ്റ്സ്, ഇവിടുത്തെ പോയിൻറ്റ്. ഈ ഇൻ്റർവെല്ലിലേക്ക് മാപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോവർ സം കാണണ്ടേ. ലോവർ സം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഞാൻ ഷെയ്ഡ് ചെയ്ത റെക്റ്റാങ്കിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ C2 × A1 എന്ന് പറഞ്ഞാൽ സെറ്റാണ്. ഇതിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ഇത് വീതി ഇൻ്റെ ഹൈറ്റ് അല്ലേ, ഇത് ഇൻ്റെ നീളം ഇൻ്റെ വീതി. അപ്പോൾ ഹൈറ്റ് C2 ആണ്. ഈ സാധനം നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇവിടെ പറയാൻ പറ്റും R to R ആയതുകൊണ്ട്. ഇത് റിയൽ ലൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിലവിൽ. അപ്പോൾ
ഈ നീളം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആയിരിക്കും. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത് ഓഫ് എ വൺ എടുത്താൽ മതി. ഇതിപ്പോൾ 2 മുതൽ 5 ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് തരിക 3. ഇപ്പം C2 ഗുണിക്കണം 3 തരിക മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം, ഇതിപ്പോൾ റിയൽ ലൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് അല്ലേ നമ്മൾ എടുക്കുന്നത്, ഈ നീളം എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിപ്പോൾ റിയൽ ലൈനാണ് എക്സ് ആക്സ്, ഇത് R2 ആണെങ്കിലോ അപ്പോൾ എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ടൈപ്പിലുണ്ടാകുക ഈ സാധനം. ഇവിടെ ഉള്ള ഈ സാധനം ഇല്ലേ, റെക്റ്റാങ്കിൾ ടൈപ്പിലുണ്ടാകുക ഈ സാധനം. ഇനി R3 ആണെങ്കിലോ, R3 ആണെങ്കിൽ അതൊരു ക്യൂബിക്കൽ ടൈപ്പിലുണ്ടാകുക. മാപ്പിംഗ് വരുന്നത് അങ്ങനെയാണ്. R3 നിന്ന് ആറിലേക്കാണെങ്കിൽ ഇവിടെയുള്ള ഈ സാധനം എന്ന് പറയുന്നത് ക്യൂബിക്കൽ ടൈപ്പിലാണ്. ക്യൂബിക്കൽ ടൈപ്പിൽ നിന്ന് റിയൽ ലൈനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത് ഈ താഴെ കിടക്കുന്ന എക്സ് ആക്സ് R2 ആണെങ്കിൽ അതൊരു സർക്കിൾ ടൈപ്പിലോ റെക്റ്റാങ്കിൾ ടൈപ്പിലോ ഉണ്ടാവുക. ഇവിടെയുള്ള A1 എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ സെറ്റില്ലേ, ഇവിടെയുള്ള A1 എന്ന് പറഞ്ഞ കിടക്കുന്ന സെറ്റ് റിയൽ ലൈൻ ആണെങ്കിൽ, അതായത് അത് വെറും ആണെങ്കിൽ 1 ഡയമെൻഷൻ ആയിരിക്കും. 1 ഡയമെൻഷൻ ആണെങ്കിൽ 1 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ലെങ്ത് ഓഫ് A1 ലെങ്ത് ഓഫ് A2 അല്ലെങ്കിൽ എഴുതാൻ മതി. ഇനി അത് R2 ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണോ? R2 ആണെങ്കിൽ അതൊരു സ്ക്വയർ റെക്റ്റാങ്കിൾ ടൈപ്പിലുണ്ടാവുക. നീളം ഇൻറ്റു വീതി എടുക്കണം. ഓക്കെ, ഇനി അത് R3 ആണെങ്കിലോ താഴെ കിടക്കുന്ന സാധനം അതൊരു ക്യൂബിക് ടൈപ്പിലൊക്കെ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെങ്ത് ഓഫ് A1 അല്ലെങ്കിൽ ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ അതിൻ്റെ ആ സൈസ്, ബേസ് ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ നമുക്ക് ആ ഏരിയ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള സെറ്റ് 1 ഡയമെൻഷൻ ആണെങ്കിൽ ലെങ്ത് എടുക്കുക, 2 ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എടുക്കുക, 3 ഡയമെൻഷൻ ആണെങ്കിൽ വോളിയം എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി അയാൾ ഒരു മാത്തമാറ്റീഷ്യൻ ചെയ്ത പണിയാണ് മെഷർ. ഈ സാധനത്തിന് മെഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് പറയുക? മെഷർ. അങ്ങനെയാണ് മെഷർ തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. മെഷർ തിയറി, ഇവിടെയുള്ള ഈ സെറ്റ് 1 ഡയമെൻഷൻ ആണോ 2 ഡയമെൻഷൻ ആണോ 3 ഡയമെൻഷൻ ആണോ, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിന് മെഷർ, ഒരു സെറ്റിൻ്റെ മെഷർ. ഇവിടെ വെറും 1 ഡയമെൻഷൻ ആണെങ്കിൽ അതിന് ലെങ്ത് ഓഫ് A1 എടുത്താൽ മതി. അപ്പോൾ C2 ഇൻറ്റു ലെങ്ത് ഓഫ് A1 പ്ലസ് C2 ഇൻറ്റു ലെങ്ത് ഓഫ് A2 പ്ലസ് C2 ഇൻറ്റു ലെങ്ത്. അപ്പോൾ അങ്ങനെ പറയുന്നത് C2 ഇൻറ്റു ലെങ്ത് ഓഫ് A1 എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ഓഫ് A1 എന്ന് പറഞ്ഞാൽ മതി, പ്ലസ് C2 ഇൻറ്റു മെഷർ ഓഫ് A2 പ്ലസ് C2 ഇൻറ്റു മെഷർ ഓഫ് A3 C2 ഇൻറ്റു മെഷർ ഓഫ് A3. ഇങ്ങനെ നമ്മളിങ്ങനെ കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിപ്പോൾ താഴത്തെ ഹൈറ്റല്ല കിട്ടിയിരിക്കുന്നത്, താഴെ ചെറിയ ലോവർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സാധനത്തിൻ്റെ എന്ത് LPF എന്ന് പറയുന്നത്. ഈ സാധനത്തിന് നമുക്ക് ഇവിടെ C2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. C2 കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. നമുക്ക് C2 കോമൺ ആയിട്ട് ഇവിടുന്ന് പുറത്തെടുത്തിട്ട് അവിടെ LPF കാണുന്നത് എങ്ങനെയാണ്? C2 ഇൻറ്റു മെഷർ ഓഫ് A1 പ്ലസ് മെഷർ ഓഫ് A2 പ്ലസ് മെഷർ ഓഫ് A3. ഇനി ഈ ഇവിടെയുള്ള താഴത്തെ മെഷർ ഓഫ് A1 പ്ലസ് മെഷർ ഓഫ് A2 മെഷർ ഓഫ് A3 ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അവർ വേറൊരു പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു റിയൽ ലൈൻ ആണെന്ന് പറയൂ, എന്നിട്ട് അതിൻ്റെ സബ്സെറ്റുകൾ എടുക്കാൻ പറയും. ഇപ്പോൾ താഴത്തെ നമ്മൾ മാപ്പ് ചെയ്യുന്ന ഇവിടെയുള്ള ഈ സ്ഥലങ്ങളില്ലേ, ഇതിപ്പോൾ റിയൽ ലൈൻ അല്ലേ, റിയൽ ലൈനോ R2 എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റുകൾ, ഇപ്പോൾ ഇവിടുത്തെ സാധനം റിയൽ ലൈൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻ്റർവെൽ പോലത്തെ സാധനമായിരിക്കും സബ്സെറ്റ് ആയിട്ടുണ്ടാകുക. ഇൻ്റർവെൽ, ക്ലോസ് ഇൻ്റർവെലോ അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവെലോ സബ്സെറ്റ്. എന്നിട്ട് അതിൽ ആരൊക്കെ ഉണ്ടാണെന്ന് പറയും, ഇതിൻ്റെ സബ്സെറ്റുകളായിട്ട് നമുക്കറിയാം. റിയൽ ലൈൻ്റെ സബ്സെറ്റുകൾ 5 ഉണ്ടാവും, പിന്നെ മൊത്തം റിയൽ ലൈൻ ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഒരു A ഉണ്ടെങ്കിൽ അതിൻ്റെ A കോംപ്ലിമെൻ്റ് ഉണ്ടാവും, പിന്നെ ഒരു A1 A2 ഉണ്ടെങ്കിൽ നമുക്ക് A1 യൂണിയൻ A2 അതിലുണ്ടാവും. ഇങ്ങനെ 2 സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ ഉണ്ടാവും, പിന്നെ 2 സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുന്ന പരിപാടികളുണ്ട്. അതിന് അവർ വിളിക്കുന്ന ഒരു സിഗ്മ ആൾജിബ്ര എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സിഗ്മ ആൾജിബ്ര. കാരണം അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ. കാരണം ഇവിടെ 3 സെറ്റ് ഉണ്ട്, A1 A2 ഉണ്ട്, അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ റിയൽ ലൈൻ പോലെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ 2 സെറ്റ് ഇങ്ങനെ ഇൻവേഴ്സ് ഇമേജ് നമുക്ക് എങ്ങനെ അറിഞ്ഞൂടാ. ഇൻ്റർസെക്ഷൻ ഫോമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സിഗ്മ ആൾജിബ്ര എന്ന് പറയുന്ന സാധനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഷർ ഓഫ് A1 മെഷർ ഓഫ് A2 മെഷർ ഓഫ് A3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പറ്റും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സിഗ്മ ആൾജിബ്ര ഉണ്ടാക്കുന്നത്. അപ്പോൾ C2 ഇൻറ്റു ജനറലായിട്ട് നമ്മൾ C2 ഇൻറ്റു സിഗ്മ എന്നിട്ടിട്ട് C2 ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആണ്, മെഷർ ഓഫ് AI എന്നൊക്കെ പറഞ്ഞത് I = 1 to 3. ഓക്കെ, I = 1 to 3. ഇതാണ് LPF. ഇതേപോലെ നമുക്ക് എന്ത് കാണാം? UPF കാണാം. എന്ത് ചെയ്താൽ മതി UPF കാണാൻ?
UPF ആണെങ്കിൽ നമ്മൾ ഈ ഇൻ്റർവെല്ലിൽ ഏറ്റവും വലിയ ഹൈറ്റ് C1 അല്ലേ, C1. അപ്പോൾ ഇത് ഇവിടുന്ന് തൊട്ട് ഇവിടുത്തെ വരെ ഷെയ്ഡ് ചെയ്യുക. ഇവിടുത്തെ വലിയ ഹൈറ്റ് C1, ഇവിടുത്തെ വരെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടുത്തെ വരെ ഉണ്ടാവും ഷെയ്ഡിങ്, ഇവിടുന്ന് തൊട്ട് ഇവിടുത്തെ വരെ ഉണ്ടാവും. ഇതിപ്പോൾ C2 വെച്ചിട്ടാണ് കണ്ടേ. അപ്പോൾ നമുക്ക് C1 ഇൻറ്റു മെഷർ ഓഫ് A1, C1 വലിയ ഹൈറ്റ് പിന്നെ മെഷർ ഓഫ് A1 പ്ലസ് C1 വലിയ ഹൈറ്റ് പ്ലസ് മെഷർ ഓഫ് A2 പിന്നെ C1 വലിയ ഹൈറ്റ് മെഷർ ഓഫ് A2. അപ്പോൾ നമുക്ക് UPF കിട്ടും. ഇനി നമ്മൾ ഇപ്പോൾ C1 C2 ഇത്രയും വിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ C1 C2 ഇത്രയും വിട്ടിലെടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചെറിയ സ്ലൈസാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചെറിയ സ്ലൈസാക്കി നമ്മളിങ്ങനെ അവതരിപ്പിക്കുക, വളരെ നേരിയ സൈസായിട്ട്. ആ സമയത്ത് ഈ വിട്ട് ഈ A1 എന്ന് പറഞ്ഞ സെറ്റൊക്കെ എന്തായി വരും, വളരെ ചുരുങ്ങി വരില്ലേ, ഈ വളരെ ചുരുങ്ങി ചെറുതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പറും ലോവറൊക്കെ എന്തായി വരും, ഇതിൻ്റെ അപ്പർ UPF LPF സെയിമായി വരും. അപ്പോൾ ഇത് റീമാൻ ഇൻ്റഗ്രൽ ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെബാക്ക് ഇൻ്റഗ്രൽ. അപ്പോൾ ലെബാക്ക് ഇൻ്റഗ്രൽ ഈ ഫംഗ്ഷൻ്റെ ഇങ്ങനെയുള്ള. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇൻ്റഗ്രൽ ലെബാക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെ, ഇൻ്റഗ്രൽ ഓവർ ഇപ്പോൾ ഒരു സെറ്റ് ഉണ്ടാവും, ഇൻ്റഗ്രൽ ഓവർ എഫ് നമ്മളെ എഫ് എന്ന് പറഞ്ഞാൽ ഈ പച്ച ഫംഗ്ഷനാണ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഒരു സെറ്റിൻ്റെ മുകളിൽ. ഇൻ്റഗ്രൽ ഓവർ ഈ ഒരു സെറ്റ് നമുക്ക് തരും. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഡി മ്യൂ എന്ന് പറഞ്ഞാൽ ഈ മ്യൂ എന്ന് പറഞ്ഞാൽ മെഷറാണ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൻ്റെ ഈ സാധനങ്ങൾ. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടാൽ മതിയാവും, എന്ത് കണ്ടാൽ മതി, C1 ഇൻറ്റു മെഷർ ഓഫ് A1, C1 ഇൻറ്റു മെഷർ ഓഫ് A1 പ്ലസ് C1 ഇൻറ്റു മെഷർ ഓഫ് A2 പ്ലസ് C1 ഇൻറ്റു മെഷർ ഓഫ് A3 അല്ലേ. C1 C2 സെയിം ആവുമല്ലോ, ഇതിങ്ങനെ സ്ലിറ്റ് വളരെ ചെറുതാകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി വരുമല്ലേ. അപ്പോൾ ഒന്നുകിൽ C1 എന്ന് പറയുക അല്ലെങ്കിൽ C2 എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ വരും, സിഗ്മ C1 ഇൻറ്റു മെഷർ ഓഫ് AI = 1 to 3. ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട വേറെ സംഭവം പറയാനുണ്ട്. നമ്മൾ ഈ C1 എന്ന് പറഞ്ഞാൽ നേരെ ഒരു വരയല്ലേ ചെയ്യുന്നത്, C2 എന്ന് പറഞ്ഞാൽ നേരെ ഒരു വരയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കോൺസ്റ്റൻസ് ഫങ്ഷൻസ് ആണ് വളരെ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇത് C1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ലേ, f(x) = C1 എന്നുള്ള അർത്ഥം, f(x) = C2 എന്നുള്ള അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ കോൺസ്റ്റൻസ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ലബാക്ക് ഇൻ്റഗ്രൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺസ്റ്റൻസ് ഫംഗ്ഷൻസ് ആണ് ആരെ ഉപയോഗിക്കുന്നത്, ലബാക്ക് ഇൻ്റഗ്രൽ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സാധാരണഗതിയിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ശരിക്ക് ഫംഗ്ഷൻ ചെയ്യിക്കുക. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നോക്കിക്കോളെ. K(A)(x) = 1 if x belongs to A and 0 if x does not belongs to A. ഓക്കെ, എന്താ ഇതിനർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ K(A)(x) = 1 if x belongs to A and 0 if x does not belongs to A അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്തത്, സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലേ, സ്റ്റെപ്പ് ഫംഗ്ഷൻ വേണ്ട, നമുക്ക് ഇതിനെടുക്കാം. ഇത് പറയാം അല്ല എളുപ്പത്തിൽ.
ഇത് പറയാൻ എളുപ്പത്തിലൊരു മാർഗം എന്ന് പറഞ്ഞാൽ psi q of x equal to 1 if x belongs to q ആണ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക. psi q എന്ന് പറഞ്ഞ റാഷണൽ നമ്പറാണ്. 0 if x does not belongs to q. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കിക്കോ. നമ്മളിപ്പോൾ ഇത് ഗ്രാഫാണ്, ഒരു ക്ലോസ് ഇൻ്റർവൽ 0 1 എടുത്തു. ഇവിടെ നമുക്ക് ആരുണ്ട്? റാഷണൽ നമ്പർ കംപ്ലീറ്റ് ഉണ്ട്. ചുവപ്പ് കംപ്ലീറ്റ് റാഷണൽ നമ്പർ. ഇനി ഇവിടെ ഞാൻ റാഷണൽ നമ്പർ മാറ്റുന്ന പച്ച കളർ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറേഷണൽ നമ്പർ. പച്ച ഇറേഷണലാണ്, ചുവപ്പ് റാഷണൽ നമ്പർ. ചുവപ്പ് റാഷണൽ. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇങ്ങനെ ആക്കുന്നത് psi q of 1 എടുത്തേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ഈ psi q of 1 അപ്പോൾ ഈ ചുവപ്പ് എടുത്തേക്ക് മാപ്പ് ചെയ്യൂ, 1ലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കുക, കാരണം ഈ സാധനം റാഷണൽ നമ്പറാണ്. ഓക്കെ. ഇനി psi q of √2 എടുത്തേക്ക് മാപ്പ് ചെയ്യുക. psi q of √2 അത് 0ലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ √2 എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്, ആ പച്ചയാണ്. ആ പച്ച സാധനം മാപ്പ് ചെയ്യുക എടുത്തേക്ക് 0ലേക്ക്, പച്ച സാധനം മാപ്പ് ചെയ്യുക അടുത്തേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ അതിനെ ഈ സാധനം ഇവിടുത്തെ സാധനം സെയിം ആണെങ്കിൽ മാത്രമാണ് 1ലേക്ക് മാപ്പ് ചെയ്യൂ. ഇത് റാഷണൽ നമ്പറാണ്, ഇത് റാഷണൽ നമ്പർ. അപ്പോൾ 1ലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ 1 എന്ന് പറഞ്ഞ സാധനം ഇവിടെ കോൺസ്റ്റന്റ് 1 കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ലെബാക്ക് ഇൻ്റഗ്രൽ പറയാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ C1 C2 എന്നൊക്കെ എടുത്തിട്ടില്ല. ഞാനിവിടെ ഒരു മാപ്പിങ് ഇതൊരു C2, ഇതൊരു C1, ഇതൊരു C3 അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് C1 ആണ്, ഇത് C2, ഇതൊരു C3. ഈ ഹൈറ്റ്. അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ വരച്ച് ലെബാക്കാണ് കാണുന്നത്. റെക്റ്റാങ്കിൾ ഞാൻ വരച്ച്. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ നേരെയുള്ള വരച്ച് ഇവിടെ ഒരു കഷ്ണത്തിൽ ഇവിടെ C1 ഉണ്ട്, ഇവിടെ C2 ഉണ്ട്, ഇവിടെ C3 ഉണ്ട്. അപ്പോൾ ഞാൻ LPF കാണും. ഇത് കാണാൻ വേണ്ടി ലെബാക്കാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് A1 A2 A3 ആണെന്ന് വിളിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഫംഗ്ഷൻ്റെ C1 ഈ മെഷർ ഓഫ് A1 വേണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു നമ്മൾ C1 പകരം C1 C2 C3 ഉണ്ട്, ജനറലായിട്ട് CA ചെയ്യുന്നത്. ഇനി കൈ AI എഴുതുക ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ജനറലായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ കൈ AI ഉപയോഗിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. C1 കൈ A1 ഓഫ് എക്സ് പ്ലസ് C2 കൈ A2 ഓഫ് എക്സ് പ്ലസ് C3 കൈ A3 ഓഫ് എക്സ്. ഇങ്ങനെ കിട്ടൂലേ. ഈ C1 എപ്പോഴും എക്സിസ്റ്റ് ചെയ്യൂ, ഈ A1ലുള്ള പോയിന്റ്സ് വരുമ്പോൾ മാത്രമേ A1ലുള്ള പോയിന്റ്സ് മാത്രമേ ഏഴത്തേക്ക് മാപ്പ് ചെയ്യൂ. A1ലുള്ള പോയിന്റ്സ് മാത്രമേ ഇവിടെ കറക്റ്റായിട്ട് 1ലേക്ക് മാപ്പ് ചെയ്യൂ. അന്നേരം C1 ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെയുള്ള പോയിന്റ്സിന് മുഴുവൻ C1 എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇവിടെയുള്ള A2ലുള്ള പോയിന്റ്സിന് മാത്രമേ ഈ സാധനം 1 ആയി മാറൂ. അപ്പോൾ എന്താ എക്സിസ്റ്റ് ചെയ്യും? C2 എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് ശരിയാക്കി വേണ്ട എന്നാ C1 ഇൻറ്റു മെഷർ ഓഫ് A1, C1 ഇൻറ്റു മെഷർ ഓഫ് A1, പിന്നെ വേണ്ടത് C2 ഇൻറ്റു മെഷർ ഓഫ് A2 പ്ലസ് C3 ഇൻറ്റു മെഷർ ഓഫ് A3. ഇങ്ങനെ വേണ്ടത്. അപ്പോൾ ഈ മെഷർ ഓഫ് A1 മാത്രം കിട്ടണം, C1 മാത്രം കിട്ടണം. പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ജനറലായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യണം എക്സ്. അപ്പോൾ നമ്മൾ അതിന് വഴി ഉപയോഗിക്കുന്ന ട്രിക്കാണ് C1നെ A കൊണ്ട് ഗുണിക്കുക. അപ്പോൾ A1ലുള്ള എക്സുകൾ വരുമ്പോഴാണ് ഈ C1 നിലനിൽക്കും. A1 ഇല്ലാത്ത ഇവിടെയുള്ള പോയിന്റ് വരുമ്പോൾ A1 എന്തായി, ഈ സാധനം എന്തായി പോകും, E1 0 ആയി പോകും. അപ്പോൾ C1ൻ്റെ വില ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ. C1 ഇൻറ്റു 0 ടൈപ്പിലുണ്ടാകുക. A1ൽ ഇല്ലാത്ത പോയിന്റ്സ് വരുമ്പോൾ A1ൽ പോയിന്റ്സ് വരുമ്പോൾ ഈ C1 ഇങ്ങനെ നിലനിൽക്കും, C1 ഇവിടെ നിൽക്കും. ഓക്കെ. പിന്നെ അപ്പോൾ ഇതിൻ്റെ കൂടെ C1 C2 C3 പിന്നെ ഈ സാധനം ഇങ്ങനെ വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആരെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മെഷർ ഓഫ് AI. അപ്പോൾ ജനറലായിട്ട് ഈ C1 C2 C3 ഇങ്ങനെ ഉണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇതിൻ്റെ സമ്മല്ലേ, ഈ റെക്റ്റാങ്കിളിൻ്റെ സമ്മല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഈ വാല്യൂ ആണ് ഈ. ഓക്കെ. ഇവിടെ നിന്നോട്ട് ഇവിടെ തമ്മിലുള്ള ഈ സാധനമാണ് എന്ന് വിചാരിക്കുക, മൊത്തമുള്ള ഈ സാധനം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ
അതിൻ്റെ മുകളിൽ നമ്മളൊരു ഫംഗ്ഷൻ, ഏതൊരു ഫംഗ്ഷനാണ്, ഓക്കെ, ഏതൊരു ഒരു 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 ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഫംഗ്ഷൻ വരച്ചിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഡി മു ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഈ ഫംഗ്ഷൻ്റെ ഇവിടെയുള്ള ഈ ഒരു ഫംഗ്ഷനാണിത്. ആ ഫംഗ്ഷൻ്റെ അതിൻ്റെ ഗ്രാഫാണിത് എഫ് ഡി. അതിൻ്റെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, സിഗ്മ ഐ ഈക്വൽ ടു 1 to n ci ഇൻറ്റു കൈ എ ഐ ഓഫ് എക്സ്. അപ്പോൾ കറക്റ്റായിട്ട് C1 അങ്ങനെ നിലനിൽക്കും. പിന്നെ മെഷർ ഓഫ് എ, ശരി, യഥാർത്ഥത്തിൽ C1 ഇൻറ്റു മെഷർ ഓഫ് A1 വേണ്ടു. പക്ഷേ ഇതെന്തിനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് ഇയിൽ മൊത്തം ഇങ്ങനെ പറയാൻ എളുപ്പമാണ് കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കാരണം ഈ A1 എക്സ് വരുമ്പോഴാണ് ഈ C1 നിലനിൽക്കും ഇവിടെ. അന്നേരം മെഷർ ഓഫ് A1 ഈ C1 മെഷർ ഓഫ് A1 കിട്ടും. ഇത് 1 ആയിക്കോളൂ, ഈ ക്വാണ്ടിറ്റി 1 ആവും. C1 മെഷർ ഓഫ് A1 വരും. ഇനി ഇത് C2 ആകുന്ന സമയത്ത് അടുത്ത നോക്കിയോ, ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. C1 ഇൻറ്റു കൈ A1 ഓഫ് എക്സ് ഇൻറ്റു മെഷർ ഓഫ് A1. ഇനി C2 ഇൻറ്റു കൈ A2 ഓഫ് എക്സ് ഇൻറ്റു മെഷർ ഓഫ് A2. യഥാർത്ഥത്തിൽ നമുക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റി മൾട്ടിപ്ലിക്കേഷൻ വേണ്ടോ. ഈ സാധനം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനാൽ നമ്മൾ മൊത്തം എക്സിലാണ് പറയുക കാര്യങ്ങൾ, മൊത്തം എക്സുകളിൽ കാര്യമാണ്. പക്ഷേ ഈ കൈ A1 നിലനിൽക്കുന്നത് 1 എന്ന് പറയുന്ന സാധനം ആകുന്നത് എപ്പോഴും മാത്രമാണ് ഇവിടെ ഈ എക്സുകൾ വരും മാത്രമേ എന്താവും കൈ A1. ഇവിടെ A1 എന്ന് പറഞ്ഞ സെറ്റിലുള്ള പോയിന്റല്ലേ ഇവിടത്തേക്ക് മാപ്പ് ചെയ്യണ്ടേ, C1 മാപ്പ് ചെയ്യണ്ടേ. അപ്പോൾ A1 എന്ന് പറയുന്ന സെറ്റിലുള്ള പോയിന്റ് എക്സ് വരുമ്പോൾ ഈ സാധനം 1 ആവും. ഈ സാധനം എന്താവും 1 ആവും. അന്നേരം C1 എം ഓഫ് A1 ബാക്കി ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ഇവിടെയുള്ള സാധനം വരുമ്പോൾ C1 ഇൻറ്റു എം ഓഫ് A1 എന്ന് വർക്ക് ചെയ്യും. ഇനി അടുത്ത ക്വാണ്ടിറ്റിയിൽ A2 വരുന്ന സമയത്ത് A2യിലുള്ള എക്സുകൾ മാത്രം. അപ്പോൾ C2 ഇൻറ്റു മെഷർ ഓഫ് A2 എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യും. അപ്പോൾ ജനറലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ സൂചിപ്പിക്കുക. എന്താണ് ഇതാ ഈ ഫോമിൽ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ci ഇൻറ്റു കൈ എ ഓഫ് എക്സ് ഇൻറ്റു മെഷർ ഓഫ് എ. ഇതാണ് സാധനം ci ഇൻറ്റു കൈ എ ഓഫ് എക്സ് ഇൻറ്റു മെഷർ ഓഫ് എ. ഇതാണ് ഇൻ്റഗ്രൽ, ലബാക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, ലബാക്ക് ഇൻ്റഗ്രൽ. അപ്പം ഞാൻ ഇവിടെ വേറൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ താഴത്തെ ഈ സെറ്റുകളുടെ മെഷറല്ലേ. ഇപ്പോൾ 6 ആണെങ്കിൽ ലെങ്ത് ആയിരിക്കും, R2 ആണെങ്കിൽ ഇത് റെക്റ്റാങ്കിളിൻ്റെ ടൈപ്പിൽ എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സെറ്റിൻ്റെ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ സെറ്റിൻ്റെ 1 ഡയമെൻഷൻ ആണെങ്കിൽ ലെങ്ത്ത്, 2 ഡയമെൻഷൻ ആണെങ്കിൽ ഏരിയ, 3 ഡയമെൻഷൻ ആണെങ്കിൽ വോള്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അത് മെഷറബിൾ സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. മെഷറബിൾ, അതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. മെഷറബിൾ സെറ്റിൽ നമ്മൾ അവർ ഔട്ടർ മെഷർ ഇന്നർ മെഷർ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഔട്ടർ മെഷർ ആദ്യം പറയാം. ഔട്ടർ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്, ഇപ്പോൾ 1 2 3 4. ഇതിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ 1 2 3 4 നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറച്ച് ഏറ്റവും ചെറിയ ഓപ്പൺ ഇൻ്റർവെൽ കൊണ്ട് നമ്മളിങ്ങനെ കവർ ചെയ്യുക. എന്നിട്ട് ഇതിന് ഓപ്പൺ ഇൻ്റർവെൽ I1 I2 I3 I4 എന്ന് പേര് കൊടുക്കുക. അതിൻ്റെ യൂണിയൻ എടുക്കുക, n ബിലോങ്സ് ടു n. ഓക്കെ, അതിൻ്റെ യൂണിയൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ഓരോന്നിൻ്റെ യൂണിയൻ എടുത്തിൻ്റെ ഏറ്റവും ഇൻഫ്യൂം വാല്യൂ ആണ്. ഇൻ്റർവെലിൻ്റെ ഏറ്റവും ഇൻഫ്യൂം വാല്യൂ, ആ ഓപ്പൺ സെറ്റിൻ്റെ ഏറ്റവും ഇൻഫ്യൂം ചെറിയ വാല്യൂ. ഇൻഫ്യൂം എന്ന് പറഞ്ഞാൽ ഈ I1 I2 നമ്മൾ യൂണിയൻ എടുത്ത ഇൻഫ്യൂം ഇൻ്റർവെൽ ഏറ്റവും നമ്മൾ വളരെ ചെറുതായി കഴിഞ്ഞാൽ ഇൻഫ്യൂം എടുത്തേക്ക് പോകും, അത് 0യിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 0 1 എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ ഈ സെറ്റിൻ്റെ ഇൻഫ്യൂം എന്ന് പറഞ്ഞ സാധനം 0 സെറ്റിൽ ഇല്ല, പക്ഷേങ്കിൽ അതിന് ഇൻഫ്യൂം എത്രയാണ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്യൂമം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യൂ, വളരെ ചെറിയ നമ്മൾ എന്തെടുക്കുക ഓപ്പൺ സെറ്റ് എടുക്കുക. പക്ഷേ അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, ലെങ്ത് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും 0 ആയിരിക്കും. ഏറ്റവും ചെറിയ ഇൻഫ്യൂമം വാല്യൂ എന്തായിരിക്കും, അത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഈ 1 2 3 4 എന്നൊക്കെ പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ. അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എടുത്തു കഴിഞ്ഞാൽ ആ ചെറിയതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഇൻഫ്യൂം വാല്യൂ, അതിൻ്റെ ഓപ്പൺ സെറ്റിൻ്റെ ഏറ്റവും ചെറിയ ലെങ്ത് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മെഷർ ഓഫ് ദിസ് കൗണ്ടിങ് സെറ്റ് എന്താണ്, 0. മെഷർ ഓഫ് കൗണ്ടിങ് സെറ്റ് 0 ആണ്. മെഷർ ഓഫ് I = 0, മെഷർ ഓഫ് Q = 0. കൗണ്ടിങ് സെറ്റിൻ്റെ എല്ലാ സാധനത്തിനും മെഷർ എന്താണ് 0. ഇനി ഒരു ഓപ്പൺ ഇൻ്റർവെലോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മെഷർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ റിയൽ ലൈൻ 1 ഡയമെൻഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഇതിൻ്റെ നീളം 1 - 0 0 കൊണ്ട് നീളം എത്രയാണ്, 0 to 1 നീളം 1 അല്ലേ. ഇതിൻ്റെ നീളം എത്രയാണ്
അതായത് മെഷർ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ ആയാലും മെഷർ ഓഫ് ക്ലോസ് ഇൻ്റർവെൽ ആയാലും ക്ലോസ് ഇൻ്റർവെൽ ആയാലും ബി മൈനസ് അതിൻ്റെ നീളം എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇത് R2 ആണെന്ന് വിചാരിച്ചോ, R2 to R2 to R ആണെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ എടുക്കാം. ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ് ആണ്. R2ൽ ഞാനൊരു ഇതെടുക്കുന്നു, 0 1 1. ഇത് നീളം 1, വീതി 1. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാ? അതിൻ്റെ സൈസ് 1 അല്ലേ? അപ്പോൾ 0 1 raised to 2 ഇതിൻ്റെ മെഷർ എത്രയാണ് വരിക? 0 1 raised to 2 എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഇപ്പോൾ 1 വരും. അപ്പോൾ മെഷർ ഓഫ് AI BI raised to n എന്ന് പറഞ്ഞാൽ നമ്മൾ BI മൈനസ് AI raised to എന്തെടുത്താൽ മതി? n എടുത്താൽ മതി. BI raised to AI raised to n. ഓക്കെ, അപ്പോൾ 0 1 raised സ്ക്വയർ എടുത്ത പോലെ 0 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തൊരു 1 മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇനി മെഷർ ഓഫ് നമ്മൾ റിയൽ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിലോ, മെഷർ ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഓപ്പൺ സെറ്റ് എടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക, കുറേ ഇൻ്റർവെൽസ് എടുത്ത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് ഉണ്ടാക്കണം റിയൽ നമ്പേഴ്സിന്. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ റാഷണൽസ് ഇറേഷണൽസ് ഒക്കെ വരൂലേ? അതിന് വേറെ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0 1 മെഷർ എത്രയാണ്? അത് 1 മൈനസ് 0 ഈക്വൽ ടു 1 അല്ലേ? മെഷർ ഓഫ് ദിസ് 1. ഇനി ഇതിൻ്റെ അകത്തുള്ള ഈ 0 1ൻ്റെ അകത്ത് നമുക്ക് ആരുണ്ട്? 0ൻ്റെ അകത്ത് ഇറേഷണൽ നമ്പേഴ്സ് ഇല്ലേ? ഈ നീലയാണ് ഇറേഷണൽ. നീല സൂചിപ്പിക്കുന്നത് എന്താണ്? ഇറേഷണൽ ആണ്. മെഷർ ഓഫ് ഇറേഷണൽ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? മെഷർ ഓഫ് ഇറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഗതി ഉണ്ട്. ഇതിന് രണ്ട് സാധനങ്ങളുണ്ട്. മെഷർ ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1ൽ രണ്ട് സാധനമുണ്ട്. ഒന്ന് മെഷർ ഓഫ് റാഷണൽ നമ്പറും ഉണ്ട്, മെഷർ ഓഫ് ഇറാഷണലും ഉണ്ട്. രണ്ടും കൂടി കൂട്ടിച്ചേർന്നിട്ടാണ് റാഷണൽ ഇറേഷനും കൂടി ചേർന്നിട്ട്. മെഷർ ഓഫ് റാഷണൽ എത്രയാണ്? മെഷർ ഓഫ് റാഷണൽ 0 ആണ്. മെഷർ ഓഫ് ഇറേഷണൽ അപ്പോൾ ഇതിൻ്റെ ക്ലോസ് ഇൻ്റർവൽ 0 ആണ്. മെഷർ ഓഫ് റാഷണൽ പ്ലസ് മെഷർ ഇറേഷണൽ ആയിക്കോട്ടെ, ഇത് 0 ആണ്. ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. മെഷർ ഓഫ് ക്ലോസ് ഇൻ്റർവൽ 0 1 അല്ലേ? അപ്പോൾ ഇത് 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 = 0 പ്ലസ് മെഷർ ഓഫ് ഇറേഷണൽ. അപ്പോൾ മെഷർ ഓഫ് ഇറേഷണൽ എത്ര കിട്ടി? മെഷർ ഓഫ് ഇറേഷണൽ 1. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിക്കുക. നമുക്ക് റിയൽ ലൈൻ ഇല്ലേ? റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ സാധനം? 1 2 3 4 ഇങ്ങനെയല്ലേ? അപ്പോൾ മൊത്തം റിയൽ ലൈൻ നമുക്ക് ഇങ്ങനെ എഴുതാം. 0 1 യൂണിയൻ 1 2 യൂണിയൻ 2 3. അപ്പോൾ ഇതിൻ്റെ മെഷർ എത്രയാണ്? 1 അല്ലേ? ഇതിൻ്റെ മെഷർ എത്രയാണ്? 1 അല്ലേ? ഇതിൻ്റെ മെഷർ എത്രയാണ്? 1. അപ്പോൾ ഇതിന് മെഷർ 1, ഇതിന് മെഷർ 1, ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി പോകും? മൊത്തം റിയൽ ലൈനിൻ്റെ മെഷർ എന്തായി പോകും? മൊത്തം ഇങ്ങനെ 1 1 ഇഷ്ടം പോലെ വരുമല്ലേ? ഇൻഫിനിറ്റി വരും. മെഷർ ഓഫ് റിയൽ ലൈൻ ഈക്വൽ എന്ത് വരും? ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കുറച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇനി നമ്മളെ ഇതിൽ കുറച്ച് എഫ് സിഗ്മ, ജി ഡെൽറ്റ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞു തരാം. ഇതിങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കുറച്ച് പ്രോബ്ലംസൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പഠിക്കാൻ സുഖമാണ്. ഞാൻ സെറ്റിൻ്റെയും നെറ്റിൻ്റെയും HSTൻ്റെയും എല്ലാം വളരെ വേഗത്തിൽ തന്നെ എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ചാനലിലും ആഡ് ചെയ്യേണ്ട ആൾക്കാർ എന്നെ വിളിക്കുക. ബാക്കിയുള്ള എല്ലാ ചാനലിലും നിങ്ങൾ ആഡ് ചെയ്യാം, മെറ്റീരിയൽസ് വാങ്ങിക്കുക. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിക്കുക. ഞാൻ പോസ്റ്റലായിട്ട് അയച്ചു തരും. സ്റ്റഡി മെറ്റീരിയൽ പോസ്റ്റലായിട്ട് അയച്ചു തരും. അത് സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോസ് എല്ലാ ചാനലിലും വീഡിയോസ് കാണും. വളരെ സെറ്റോ നെറ്റോ HSSTയോ എല്ലാ സാധനവും ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ നിങ്ങളുടെ ടെലിഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യും. വളരെ വലിയ എമൗണ്ട് 35,000 40,000 ഒന്നും കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ്
വളരെ ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റും നെറ്റും ഗേറ്റും HST ഒക്കെ പാസ്സാവാം. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് പഠിക്കുക. വേറെ ഒരു ഡിസ്റ്റർബൻസിനെ വീട്ടിൽ കുത്തിനും സുഖമായിട്ട് പഠിക്കാൻ ഫോണിൽ നോക്കിയിട്ട്. ഓക്കെ.